ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനലിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വോയിസ് ഓവർ വീഡിയോ ഇടുന്നത്. ഇതുവരെ ഞാൻ ഷോർട്സ് മാത്രമാണ് ഇട്ടിരുന്നത്. എനിക്കങ്ങനെ എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈസി ഉപ്മാ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ എൻ്റേതായ രീതിക്ക് വെച്ചപ്പോൾ അതാകാം ഇന്നത്തെ വീഡിയോ എന്ന് കരുതി. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം നമുക്കൊരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേനും അതിലേക്ക് ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് വറുത്തെടുക്കണേ. റവ നന്നായിട്ട് വറുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതിനുശേഷം കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം കുഞ്ഞാപ്പിക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പായതുകൊണ്ട് അതിൻ്റെ അളവ് എനിക്കറിയത്തില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ വറുത്ത് മാറ്റി വെച്ച റവയും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. അത് 3 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നല്ല വെറുവെറാന്ന് കിടപ്പുണ്ടേ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല വെറുവെറാന്ന് കിടപ്പുണ്ടേ. അപ്പം ഇതാണ് എൻ്റെ ഉപ്പുമാവിൻ്റെ രീതി. അപ്പോൾ ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ബീഫ് കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉപ്പുമാവിന് സൈഡായിട്ട് എടുത്തത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് കേട്ടോ, കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.